പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്നാ സച്ചു തോരൻ കേട്ടോ, കപ്പളങ്ങ തോരൻ. പിന്നെ മീൻ പീരയാണ്, കൊഴുവ പീര. പിന്നെ പച്ചത്തക്കാളി നമ്മളിങ്ങനെ വറ്റിച്ചെടുത്തേക്കുന്നത് കേട്ടോ, മെഴുക്കോട്ടി പോലെ. പിന്നെ എന്നാ വെച്ചു മീൻ വറുത്ത കേട്ടോ, കൊഴുവ. അതിന് കുറച്ച് സവോളയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ചാറ് കറി കേട്ടോ, ഇന്നത്തെ സ്പെഷ്യൽ. ചെറിയ പാവയ്ക്ക കിട്ടിയായിരുന്നു കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ടൊരു ചാറ് കറി. അതെങ്ങനെ വെക്കുന്നുള്ള വീഡിയോ നമ്മൾ ഇതിലൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മളിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണുള്ള കറികൾ. നമുക്കിത് പൊതികെട്ടാം. പിന്നെ ഇത് ഉച്ചക്കത്തേക്കുള്ള ഊണോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറി എങ്ങനെ വെച്ച് നോക്കാം. കേട്ടോ, ഇത്രയും ചെറിയ പാവയ്ക്കാണ്, പക്ഷെ നല്ല കയ്പുണ്ട് കേട്ടോ. ചെറുതാണേൽ അത് ചെറിയ കഴി വൃത്തിയാക്കി ചെറിയ വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം. അതിന് എണ്ണ ഒന്ന് ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ടൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറക്കണം കേട്ടോ. ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം നമ്മൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം വേറൊരു പാത്രത്തിലോട്ട്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണേ. കുറച്ച് ജീരകം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. രണ്ടും കൂടെ ഒന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്കിട്ട് ഒരു 10 ചെറിയ ഉള്ളി നമ്മൾ നടുകെ കീറിയിട്ടേക്കും കേട്ടോ. അതുകൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ ആവശ്യമുള്ള കറിവേപ്പില അതൊന്ന് മൂത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇവിടെ ഒരു തക്കാളിക്കാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് വരുന്ന പരുവം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് ഈ ഒരു പരുവം വരെ നമുക്കൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്ര നേരത്തെ നന്നായിട്ടൊന്ന് പച്ചമണം മാറണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എടുക്കണം കേട്ടോ. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന പാവയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ തൈര്, നമ്മൾ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമ്മളെന്നും പറയുന്ന പോലെ തന്നെ കട്ടത്തൈര് ആയിരിക്കണം. ഇതിൽ നമ്മുടെ കറിയിലിട്ട് വേണം ഉടച്ചെടുക്കാൻ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.